എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. പരീശന്മാർ യേശുവിനെ വാക്കുകളിൽ കുടുക്കുവാൻ വേണ്ടി അയച്ച ചാരന്മാർ ഹേരോദ്യരെയും കൂട്ടിച്ചെന്ന് കർത്താവിനോട് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്ന കൗശലപൂർവ്വം ചോദിച്ചു എന്നും, എന്നാൽ യേശു അവരുടെ വഞ്ചന മനസ്സിലാക്കി അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഉത്തരം നൽകി അവരെ മിണ്ടാതാക്കി എന്ന് നാം വായിച്ചു. 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പുനരുദ്ധാനത്തെ നിഷേധിക്കുന്ന യഹൂദ വിഭാഗമായ സദൂക്യർ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ ചോദ്യവുമായി സമീപിക്കുന്നു. മരിച്ചാലും വിവാഹബന്ധങ്ങൾ തുടരുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പുനരുദ്ധാനത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും യേശു അവരുടെ ദൈവശക്തിയിലും ദൈവവചനത്തിലുള്ള അവരുടെ അജ്ഞതയെ തുറന്നു കാട്ടുകയും മരണാനന്തര ജീവിതം തിരുവഴുത്തിൽ നിന്ന് തെളിയിക്കുന്നതും നാം വായിക്കുന്നു. യെരുശലേം ദൈവാലയം നിയന്ത്രിച്ചിരുന്ന യഹൂദ മതവിഭാഗമായിരുന്നു സദൂക്യർ. പരീശന്മാരുടെ മതവിഭാഗത്തിൽ നിന്ന് പലവിധത്തിൽ വ്യത്യസ്തരും അവർക്ക് എതിരാളികളുമായിരുന്ന സദൂക്യർ ദൈവാലയത്തിൽ യാഗങ്ങൾ അർപ്പിക്കുകയും യെരുശലേമിൽ തങ്ങളുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നവരാണ്. അതേസമയം യഹൂദയിൽ ഉടനീളം ചിതറിക്കിടക്കുകയായിരുന്ന പരീശയന്മാർ പ്രാദേശിക സിനഗോഗുകളിൽ ദൈവത്തിന്റെ നിയമത്തിന്റെയും യഹൂദ ആചാരങ്ങളുടെയും ഉപദേഷ്ടാക്കളായിരുന്നു. സദൂക്യരും പരീശയന്മാരും തമ്മിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസം മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടെന്നത് സദൂക്യർ നിരസിച്ചിരുന്നു എന്നതാണ്. മാലാഖമാരും ആത്മാക്കളും ആത്മാവിന്റെ അമർത്യതയും സദൂക്യർ നിഷേധിച്ചു. ആത്മാവ് ശരീരത്തോടൊപ്പം മരിക്കുമെന്നും മരണാനന്തരം ഒരു അസ്തിത്വമില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പസ്തോലപ്രവൃത്തി 23-7-8 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദ അധികാരികളുടെ സമിതിക്ക് മുമ്പാകെ പൗലോസിനെ വിചാരണ ചെയ്ത സമയത്ത് ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുമുള്ള ദൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് കാണാം. മോശയുടെ പുസ്തകങ്ങളായ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിവ മാത്രമേ സദൂക്യർ കാനോൻ അഥവാ തിരുവെഴുത്തുകളായി അംഗീകരിച്ചുള്ളൂ എന്ന് യഹൂദന്മാരുടെ മിഷ്ന, തൽമൂദ് രേഖകളും 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ചരിത്രകാരനായ യോസീഫസിന്റെ ചരിത്രരേഖകളും വ്യക്തമാക്കുന്നു. 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവന്റെ അടുക്കൽ വന്നു, ഗുരു, ഒരുത്തൻ മകൾ ഇല്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തന്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതി ഇല്ലാകിയാൽ തന്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ചു. രണ്ടാമത്തവനും മൂന്നാമത്തവനും 7-ാമത്തൻ വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏവരിൽ ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു എന്ന് കാണുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന സദൂക്യർ യേശുവിനോട് ആദരവ് നടിച്ചുകൊണ്ട് അവനെ ഗുരു എന്ന് അഭിസംബോധന ചെയ്ത ശേഷം ആവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ മുഖാന്തരം ദൈവം കൽപ്പിച്ചിട്ടുള്ള ഒരു നിയമം ഉദ്ധരിക്കുന്നതായി കാണാം. അവർ ഉദ്ധരിക്കുന്ന വേദഭാഗം ആവർത്തനം 25-5-6 വരെയുള്ള വാക്യങ്ങളാണ്. സഹോദരന്മാർ ഒന്നിച്ച് പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചുപോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുവന് ആകരുത്. ഭർത്താവിന്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവര ധർമ്മം നിവർത്തിക്കണം. മരിച്ചുപോയ സഹോദരന്റെ പേര് ഇസ്രയേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദ്യജാതനെ അവന്റെ പേര് കണക്ക് കൂട്ടണം എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ വിവാഹത്തെയും കുടുംബത്തെയും കുറിച്ച് പരാമർശിക്കുന്ന പുനരുദ്ധാനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മോശയുടെ ഈ തിരുവെഴുത്ത് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള യേശുവിന്റെ ഉപദേശത്തെ ഇല്ലാതാക്കാൻ സദൂക്യർ ഉപയോഗിക്കുന്നതായി കാണാം. മോശയുടെ ആ നിയമം ഉദ്ധരിച്ച ശേഷം ഒരു സാങ്കല്പിക സാഹചര്യത്തിൽ ഒരേ കുടുംബത്തിലെ 7 സഹോദരന്മാർക്ക് ഒരാൾ മരിക്കുമ്പോൾ അടുത്തയാൾക്ക് എന്ന വിധത്തിൽ 7 തവണ വിവാഹം ചെയ്ത ശേഷം മരിക്കുന്ന കുട്ടികളില്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് അവർ വിവരിക്കുന്നു. പിന്നെ അവർ
യേശുവിനോട് ചോദിക്കുന്നത്, പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവരെല്ലാവരും അവളെ വിവാഹം കഴിച്ചിരുന്നുവല്ലോ എന്നാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ ഈ സാങ്കല്പിക ചോദ്യം ഉപയോഗിച്ച് സദുക്യർ യേശുവിനെ കൊടുക്കാമെന്ന് കരുതി എന്നത് വ്യക്തമാണ്. 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള സദുക്യരുടെ ചോദ്യത്തിന് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു ഉത്തരം നൽകുന്നതും പുനരുത്ഥാനത്തിൽ ആരും വിവാഹം കഴിക്കുന്നില്ലെന്നും ഭൗതിക മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്നും മോശയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ തെളിയിക്കുന്നതായി കാണുന്നു. 29 വാക്യത്തിൽ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും മനസ്സിലാക്കായിക കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് യേശു സദുക്യരോട് ഉത്തരം പറഞ്ഞതായി നാം വായിക്കുന്നു. കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത് സദുക്യർക്ക് തിരുവെഴുത്തുകളെ കുറിച്ചുള്ള യഥാർത്ഥ അറിവും ശരിയായ ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല എന്നും അത് ഉണ്ടായിരുന്നുവെങ്കിൽ മരണശേഷം ആത്മാവ് നിലനിൽക്കുന്നുവെന്നും ശരീരം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പഴയ നിയമത്തിൽ നിന്നും അവർക്ക് വ്യക്തമായേനെ എന്നുമാണ്. മാത്രമല്ല, ഭൂമിയിലെ പൊടിയിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയുന്നത് പോലെ മരിച്ചു പൊടിയിലേക്ക് മടങ്ങുന്നവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയെ സദുക്യർ മനസ്സിലാക്കിയില്ല എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. സദൃശവാക്യ പുസ്തകം 3:5 വാക്യത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ അനന്തവും തെറ്റുപറ്റാത്തതുമായ ജ്ഞാനത്തിലും ശക്തിയിലും ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യ യുക്തിക്കനുസരിച്ച് പരിമിതമായ ധാരണയിൽ മാത്രം സദൂക്യർ ചിന്തിച്ചിരുന്നതായി മനസ്സിലാക്കാം. 30 വാക്യത്തിൽ യേശു കർത്താവ് സദൂക്യരോട് പറഞ്ഞത്, പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, മറിച്ച് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ് എന്നാണ്. കർത്താവ് അർത്ഥമാക്കുന്നത് വരാനിരിക്കുന്ന ജീവിതത്തിൽ മനുഷ്യർ വിവാഹിതരാകുന്നില്ല എന്നും ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മരിക്കുമ്പോൾ വിവാഹ ബന്ധങ്ങൾ അവസാനിക്കുന്നു എന്നും പുനരുദ്ധാനത്തിൽ മനുഷ്യർ ഈ കാര്യത്തിൽ മാലാഖമാരെ പോലെയാണ് എന്നുമാണ്. 31-32 വാക്യങ്ങളിൽ സദുക്യരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയതിനു ശേഷം മോശയുടെ പുസ്തകങ്ങളിലെ തിരുവെഴുത്തുകൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് എങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് സദുക്യർക്ക് യേശു തുടർന്ന് കാണിച്ചു കൊടുക്കുന്നു എന്ന് നാം വായിക്കുന്നു. മർക്കോസ് 12 26 വാക്യവും ചേർത്ത് വായിച്ചാൽ, എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? അവർ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞതായി നാം വായിക്കുന്നു. സദുക്യർ ആധികാരികമെന്ന് വിശ്വസിച്ചിരുന്ന മോശയുടെ 5 പുസ്തകങ്ങളിൽ നിന്ന് യേശു ഉദ്ധരിച്ച വേദഭാഗം പുറപ്പാട് 3:6 വാക്യമാണ്. മോശെ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ദൈവം മോശയ്ക്ക് തന്നെ പരിചയപ്പെടുത്തിയത്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യർ ജീവിച്ചിരിക്കുന്നത് പോലെ ഭൂതകാലത്തിലല്ല, വർത്തമാനകാലത്തിലാണ് സംസാരിച്ചത്. വളരെ കാലം മരിച്ച് കുഴിച്ചിടപ്പെട്ട ഈ ഗോത്ര പിതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് തിരുവെഴുത്തിലെ കാലങ്ങളുടെ പ്രയോഗങ്ങൾ പോലും അർത്ഥപൂർണമാണെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നു. അങ്ങനെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ ഇപ്പോൾ ദൈവത്തോടൊപ്പം ജീവിക്കുന്നത് പോലെ അവരുടെ ശരീരങ്ങളും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നും അങ്ങനെ അവർ ദൈവത്തോടൊപ്പം നിത്യമഹത്വവും സന്തോഷവും ആസ്വദിക്കുമെന്നും കർത്താവ് തെളിയിക്കുന്നതായി മനസ്സിലാക്കാം. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് എന്ന് കർത്താവ് പറയുന്നതിലൂടെ ജീവിച്ചിരിക്കുന്നവർ നിലനിൽക്കുന്നു എന്നും അതിനാൽ ആത്മാവിന്റെ കാര്യത്തിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ പൂർവ്വപിതാക്കന്മാരും ജീവിക്കുന്നു എന്ന് കർത്താവ് ഉറപ്പിച്ച് പഠിപ്പിക്കുന്നതായി കാണാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. സദൂക്യർ മോശയുടെ 5 പുസ്തകങ്ങളെ മാത്രമേ ആധികാരികമായി അംഗീകരിച്ചിട്ടുള്ളൂ എന്നതിനാൽ യേശു കർത്താവ് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഈ വേദഭാഗം തെരഞ്ഞെടുത്ത് പുനരുദ്ധാനം തെളിയിച്ചു എന്നതാണ്. 33 വാക്യത്തിൽ ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ യേശുവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്ന് കാണുന്നു. സദൂക്യരുടെ തന്ത്രപരമായ ചോദ്യത്തിന് യേശു വളരെ നന്നായി ഉത്തരം നൽകിയതിനാലും പുനരുദ്ധാനത്തെക്കുറിച്ച് അവൻ പറഞ്ഞത് അവരുടെ ചിന്തയ്ക്ക് പുതിയതും ഉൾക്കാഴ്ച നൽകുന്നതും ആയിരുന്നതിനാലുമാണ്
ജനം അത്ഭുതപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം.